വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചില ഡ്രഗ്സും അത് ഉണ്ടാക്കുന്ന അബ്നോർമാലിറ്റീസും ആണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഡ്രഗ് താലിഡോമൈഡ് എന്ന് പറയുന്ന ഡ്രഗ് ആണ്. സോ പണ്ട് ലേറ്റ് 1950s വെസ്റ്റേൺ ജർമ്മനിയിൽ ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന മദേഴ്സ് ഇല്ലേ, അവർക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടാകുന്ന ടൈമിൽ ഉണ്ടായപ്പോഴത്തേനും ഒരുപാട് ഡോക്ടേഴ്സ് താലിഡോമൈഡ് എന്ന് പറഞ്ഞ ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം അവർക്ക് ആ ഒരു മരുന്ന് കഴിച്ചപ്പോഴത്തേനും അവരുടെ മോർണിംഗ് സിക്നസ്, അതായത് രാവിലെ ഉണ്ടാക്കുന്ന ആ ഒരു വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു നോസിയും വൊമിറ്റിംഗും ഒക്കെ മാറി. പക്ഷേ ഇവരിൽ ജനിച്ച കുട്ടികൾക്ക് ഫോക്കോമേലിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഡെവലപ്ഡ് ആയി. അതായത് അവരുടെ ലിംസ് ഒക്കെ ഇങ്ങനെ ഷോർട്ടൻ ആയിട്ട് കാണപ്പെട്ടു. ആൻഡ് ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഫോക്കോമേലിയ എന്ന് പറയുന്നത്. ആൻഡ് താലിഡോമൈഡ് എന്ന് പറയുന്ന ഡ്രഗ് ടെറാറ്റോജനിക് ഡ്രഗിന് ഒരു എക്സാമ്പിൾ ആണ്. ടെറാറ്റോജനിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അമ്മ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രഗിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു മദർ എടുത്തു കഴിയുമ്പോഴത്തേനും ആ കുഞ്ഞിന് ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുന്നു, ഫീറ്റൽ ഡിഫക്റ്റ് ഉണ്ടാക്കുന്നു, ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാക്കുന്നു. ഈ ഡ്രഗ്സിനെയാണ് നമ്മൾ ടെറാറ്റോജനിക് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പൊ താലിഡോമൈഡ് ടെറാറ്റോജനിക് ഡ്രഗിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ഇത് ഉണ്ടാക്കുന്ന കണ്ടീഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫോക്കോമേലിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ. സോ നെക്സ്റ്റ് ഡ്രഗിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഡ്രഗ് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഡ്രഗ് ആണ്. സോ ടെട്രാസൈക്ലിൻ ഒരു ആന്റിബയോട്ടിക് ആണ്, അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെട്രാസൈക്ലിൻ ഒരു ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഡ്രഗ് ആണ്. സോ ടെട്രാസൈക്ലിൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ മദർ എടുത്തു കഴിഞ്ഞാൽ ആ ജനിക്കാൻ പോകുന്ന കുട്ടിയിൽ ഡിസ്കളറേഷൻ ഓഫ് ടീത്ത് ഉണ്ടാക്കാനുള്ള ചാൻസും അതേപോലെ തന്നെ ബോൺ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു മദർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ടീത്തിന്റെ ഡിസ്കളറേഷൻ ഉണ്ടാക്കും. ചിലപ്പോൾ ഒരു ബ്രൗൺ അല്ലെ യെല്ലോയിഷ് ഷെയ്ഡ് ആയിട്ട് മാറും. ആൻഡ് ദെൻ ബോൺ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. ഇനി അടുത്ത ഡ്രഗ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഡ്രഗ് നമ്മുടെ ഫെനിറ്റോയിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ആണ്. അതായത് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ് ഫെനിറ്റോയിൻ എന്ന് പറയുന്നത്. അപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ അമ്മ ഫെനിറ്റോയിൻ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞിന് ഹൈപ്പോപ്ലാസ്റ്റിക് ഫെലാഞ്ചസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാക്കും. അതായത് അവരുടെ ഫിംഗേഴ്സ് ഒന്നും പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് അല്ല കാണിക്കുന്നത്, അല്ലേ? ഇവിടെ നോക്കുക, അത് ഭയങ്കര ഷോർട്ട് ആയിട്ട് ഫെലാഞ്ചസ് ഒക്കെ ചെറുതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഫിംഗേഴ്സ് ഒക്കെ ഭയങ്കര ഷോർട്ട് ആയിട്ട് കാണുന്നു. സോ അതാണ് ഹൈപ്പോപ്ലാസ്റ്റിക് ഫെലാഞ്ചസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. സോ ഫെനിറ്റോയിൻ എന്ത് കോസ് ചെയ്യും? ഹൈപ്പോപ്ലാസ്റ്റിക് ഫെലാഞ്ചസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കോസ് ചെയ്യും. സോ നെക്സ്റ്റ് ഡ്രഗ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതൊക്കെ ഒരുപാട് PSC എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, ഈ ഒരു എന്താ പറയുക കണ്ടീഷൻ ഏത് ഡ്രഗ് ആണ് കോസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ ഓപ്ഷൻസിൽ നമ്മുടെ കറക്റ്റ് ആൻസറും ഡിഫറെൻ്റ് ആയിട്ടുള്ള തെറ്റുത്തരങ്ങളൊക്കെ കാണാം. അപ്പം നിങ്ങൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ നെക്സ്റ്റ് ഡ്രഗ് നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇൻഡോമെറ്റാസിൻ അല്ലെങ്കിൽ ആസ്പിരിൻ എന്ന് പറയുന്ന ഡ്രഗ് ആണ്. സോ നമ്മൾ അനൽജസിക് ആയിട്ടുള്ള ഡ്രഗിന് എക്സാമ്പിൾ ആണ് ഇൻഡോമെറ്റാസിനും ആസ്പിരിനും. ഓക്കെ, നമ്മൾ പെയിൻ വരുമ്പോൾ പെയിൻ മാറാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ആൻഡ് ആസ്പിരിൻ വന്നിട്ട് ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗിന്റെ കാറ്റഗറിയിലും വരുന്നതാണ് ആസ്പിരിൻ. സോ ഇതുണ്ടാക്കുന്ന അബ്നോർമാലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്, പ്രീ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ അമ്മയ്ക്ക് ചിലപ്പോൾ ഈ ഒരു ഡ്രഗാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പ്രീ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകും. ഈ ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അയോർട്ടേനെയും പൾമണറി ആർട്ടറീനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്ലഡ് വെസലാണ്. നമ്മൾ കുഞ്ഞായിരിക്കും, നമ്മുടെ ഫീറ്റേഴ്സ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ടൈമിൽ ലങ്സ് നോൺ ഫങ്ഷണൽ ആണ്. ഓക്കെ, ലങ്സ് നോൺ ഫങ്ഷണൽ ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ കുഞ്ഞിന് ഓക്സിജൻ ഒക്കെ കിട്ടുന്നത് അമ്മയുടെ പ്ലസന്റ് വഴിയാണ് ഓക്സിജൻ കിട്ടുന്നത്. അപ്പം ഈ ഒരു ഡക്ടസ് ആർട്ടീരിയോസിസ് നേരത്തെ തന്നെ ക്ലോഷർ ആയി പോയാൽ അത് നോർമലി കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വിത്തിൻ മണിക്കൂർ അല്ലെങ്കിൽ എന്താ പറയുക വിത്തിൻ അവേഴ്സ് ഓർ ഡേയ്സ് ആണ് ഇത് ക്ലോസ് ആവുന്നത്. ഓക്കെ, അപ്പം പ്രീ ക്ലോഷർ, അതായത് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഇത് ക്ലോസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ അവിടെ പൾമണറി ഹൈപ്പർ ടെൻഷനും റൈറ്റ് ഹേർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. സോ അതാണ് പ്രീ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. സോ അവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഡക്ടസ് ആർട്ടീരിയോസിസ് എന്താണെന്ന് അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. സോ അവിടെ നമ്മളിപ്പം ഇൻഡോമെറ്റാസിൻ അല്ലെങ്കിൽ ആസ്പിരിൻ എന്ന് പറയുന്ന ഡ്രഗ് ആണ് കൊടുക്കുന്നത് എങ്കിൽ അതെന്ത് കോസ് ചെയ്യും? പ്രീ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ്. സോ നെക്സ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഡ്രഗ് വന്നിട്ട് സോഡിയം വാൽപ്രോയേറ്റ് ആണ്. അതൊരു ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ്. സോ ഈ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ വരുന്ന അബ്നോർമാലിറ്റി സ്പിന ബിഫ്റ്റ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത്
കുഞ്ഞ് എംബ്രിയോ ആയിരിക്കുന്ന ടൈമിൽ ന്യൂറൽ ട്യൂബ്സ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ബ്രെയിനും സ്പൈനൽ കോഡും ആയിട്ട് മാറുന്നത്. സോ ഈ ന്യൂറൽ ട്യൂബ് യൂഷ്വലി കൺസെപ്ഷന്റെ ഒരു 28 ഡേ ആകുമ്പോൾ ക്ലോസ് ആകും. സോ ഇത് ചില കണ്ടീഷനിലേക്ക്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും എൻവയോൺമെന്റൽ ഫാക്ടർ കൊണ്ടോ ന്യൂട്രീഷണൽ ഫാക്ടർ കൊണ്ടോ അല്ലെങ്കിൽ ചില ഡ്രഗ് എടുക്കുന്നത് കൊണ്ടോ എന്തുണ്ടാകാം, ഈ ന്യൂറൽ ട്യൂബ് ക്ലോസ് ആകാത്ത സിറ്റുവേഷൻ ഉണ്ടാകാം. സോ ക്ലോസ് ആകാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. സോ അത് ആ ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ സോഡിയം വാൽപ്രോയേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രഗിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ചില ഡ്രഗ് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടർ കൊണ്ട് ഈ ന്യൂറൽ ട്യൂബ് ക്ലോസ് ആകാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. സോ ആ ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് സോഡിയം വാൽപ്രോയേറ്റ് എന്ന് പറഞ്ഞ ഡ്രഗ്. ഈ സോഡിയം വാൽപ്രോയേറ്റ് ന്യൂറൽ ട്യൂബ് ക്ലോസ് ആക്കാതെ ഇങ്ങനെ, അതായത് സ്പൈനൽ കോളം അതോടൊപ്പം സ്പൈൻസ് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ഉണ്ടാക്കും. സോ ഇതാണ് സ്പിന ബിഫിഡ എന്ന് പറയുന്ന കണ്ടീഷൻ. സോ നമ്മൾ പറഞ്ഞു എന്താണ് സോഡിയം വാൽപ്രോയേറ്റ് സ്പിന ബിഫിഡ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാക്കും. സോ നെക്സ്റ്റ് ഡ്രഗ് വന്നിട്ട് ആൽക്കഹോൾ ആണ്. ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ അമ്മ ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ IQ കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് കൂടാണ്ട് അല്ലാണ്ട് എന്തെങ്കിലും ഗ്രോത്തിന്റെ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. സോ പ്രഗ്നൻസിയിൽ അമ്മ ആൽക്കഹോൾ എടുക്കുന്ന ഒരു ആളാണെങ്കിൽ എന്തുണ്ടാകാം, കുഞ്ഞിന് IQ ലെവൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രോത്ത് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് സ്റ്റിൽബെസ്ട്രോൾ എന്ന് പറയുന്ന ഡ്രഗ് ആണ്. സോ ഒരു സിന്തറ്റിക് ഈസ്ട്രജൻ എക്സാമ്പിൾ ആണ് സ്റ്റിൽബെസ്ട്രോൾ, ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ എന്ന് പറയുന്ന ഡ്രഗ്. ഈ ഒരു ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു ഡ്രഗ് എടുക്കുന്നത് എങ്കിൽ എന്തുണ്ടാവും നമുക്ക് നോക്കാം. വജൈനൽ കാർസിനോമ ഇൻ ടീനേജ് ഫീമെയിൽസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാക്കും. അതായത് ടീനേജ് ആയിട്ടുള്ള ഫീമെയിലിൽ വജൈനൽ കാർസിനോമ, അവർ അഡോളസെന്റ് ആകുന്നൊക്കെ ടൈം ആകുമ്പോഴത്തേനും വജൈനയിൽ കാർസിനോമ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് വജൈനൽ കാർസിനോമ ഇൻ ടീനേജ് ഫീമെയിൽ എന്നുണ്ടാക്കുമ്പോൾ ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ എന്ന് പറയുന്ന ഡ്രഗ്, അതായത് മിസ്കാരേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡ്രഗാണ് ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ. അപ്പം ഒരു സിന്തറ്റിക് ഈസ്ട്രോജൻ എക്സാമ്പിൾ ആണ് ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ഡ്രഗ് വന്നിട്ട് പ്രൊജസ്റ്റിൻ എന്ന് പറയുന്ന ഡ്രഗ് ആണ്. സോ പ്രൊജസ്റ്റിൻ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന കണ്ടീഷൻ ആണ് വൈറലൈസേഷൻ ഓഫ് ഫീമെയിൽ ഫീറ്റസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. സോ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ കുട്ടി പെണ്ണാണെങ്കിൽ, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ പ്രൊജസ്റ്റിൻ എടുക്കുകയാണെങ്കിൽ, അമ്മ പ്രൊജസ്റ്റിൻ എടുക്കുകയാണെങ്കിൽ വൈറലൈസേഷൻ ഓഫ് ഫീമെയിൽ ഫീറ്റസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ അതിൽ ആ ഒരു കുട്ടിക്ക് മെയിൽസിന്റെ ക്യാരക്ടർ ഡെവലപ്പ് ആകുന്നു. സോ മെയിൽസിന്റെ ക്യാരക്ടറിൽ അവരിൽ പ്രീഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതാണ് വൈറലൈസേഷൻ ഓഫ് ഫീമെയിൽ ഫീറ്റസ്. ഫോർ എക്സാമ്പിൾ ഹിർസ്യൂട്ടിസം പോലത്തെ കണ്ടീഷൻ, അതായത് അവർക്ക് ബിയേർഡ് മുസ്റ്റാഷ് ഒക്കെ വരുന്നു, ദെൻ അവരുടെ വോയിസ് മാറുന്നു, മസിൽ മാസ് എൻഹാൻസ് ചെയ്യുന്നു, അങ്ങനത്തെയൊക്കെ കണ്ടീഷൻ ഉണ്ടാകും. മെയിൽസിന്റെ ക്യാരക്ടർ അവരിൽ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഇതേപോലെ തന്നെ ഇപ്പം ബോയ്സ് ആണ്, കുട്ടി ബോയ് ആണ് എങ്കിൽ, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയാണെങ്കിൽ അവരിൽ ഫീമെയിൽസിന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ബൈ ദാറ്റ് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. നമ്മളിവിടെ കുറച്ച് ഡ്രഗ്സ് നോക്കി അതുണ്ടാക്കുന്ന അബ്നോർമാലിറ്റീസ് നമ്മൾ കവർ ചെയ്തു. ഇത് നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. സോ ബൈ.